കേസിലെ വിധിയിൽ പ്രതികരണവുമായി അതിജീവിത തന്റെ അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിച്ചെന്ന് സമൂഹമാധ്യമങ്ങളിൽ കുറിപ്പ്. വിധി നിരാശപ്പെടുത്തിയെന്നും പോസ്റ്റിൽ. സൈഫുന്നീസ അലിയാറാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. സുഹൃത്തുക്കളെ, ഇന്ന് 3 ആളുകളാണ് നമ്മുടെ മലയാള സിനിമയിലെ 3 ആളുകളാണ് പ്രതികരണമായിട്ട് വന്നിരുന്നത്. ഇത് നമ്മുടെ കേരളക്കര കാത്തിരുന്ന ഒരു പ്രതികരണമായിരുന്നു. എന്തുകൊണ്ടാണ് ആ ഒരു അതിജീവിതം പ്രതികരിക്കാത്തത്? എന്തുകൊണ്ടാണ് ഇതിൻ്റെ എല്ലാം ഇടയിൽ ഒരു പക്ഷേ പേര് മാത്രമായി പോകുന്ന മഞ്ജു വാര്യർ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? എന്തുകൊണ്ടാണ് മലയാള സിനിമയിലെ ആണൊരുത്തന്മാർ, നട്ടുള്ള ഏതെങ്കിലും ഒരുവന്മാർ പ്രതികരിക്കാത്തത് എന്ന് ചോദ്യങ്ങൾ എല്ലാവരും ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് മോഹൻലാൽ പ്രതികരിക്കാത്തത്, എന്താണ് മമ്മൂട്ടി പ്രതികരിക്കാത്തത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ മുന്നേ തന്നെ പറഞ്ഞു വരട്ടെ, ഒപ്പം തന്നെ പറയട്ടെ, ഇവരെല്ലാം പ്രതികരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. കാരണം നമുക്ക് ഇവരോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ഇവരൊക്കെയാണ് നമ്മുടെ പലരുടെയും റോൾ മോഡലുകൾ. അതിൻ്റെ കാരണത്തിലാണ് ഇവരാരെങ്കിലുമൊക്കെ പ്രതികരിക്കും. അറ്റ്ലീസ്റ്റ് 2 മായിൽ തുടങ്ങുന്ന ആ 2 ആളുകൾ, മമ്മൂട്ടിയും മോഹൻലാലുമെങ്കിലും അതിജീവിതത്തോടൊപ്പം ഉണ്ടെന്നുള്ള ചിലർ പ്രതികരണമെങ്കിലും കിട്ടുമെന്നൊക്കെ വിചാരിക്കുന്ന സമയത്താണ് ഈ മോഹൻലാൽ ദിലീപ് എന്ന് പറയുന്ന മനുഷ്യരോടൊപ്പം ഇനി വരാൻ പോകുന്ന ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. അതും ഏട്ടനായിട്ട്. ബബ്ബബ്ബ. ഈ ബബ്ബബ്ബ എന്ന് പറഞ്ഞ ആ സംഗതി സാധാരണയായിട്ട് പറയുമ്പോൾ അതിൽ ഭയം, ഭക്തി, ബഹുമാനം എന്നാണ് ആ സിനിമയുടെ ഫുള്ള് പേര്. പക്ഷേ നമ്മൾ സാധാരണ ബബ്ബബ്ബ എന്നൊക്കെ പറയുക ഉത്തരം മുട്ടുന്ന സമയത്താണ്. എന്തായാലും ഉത്തരം മുട്ടുന്നു, തനിക്കൊന്നും പറയാനില്ല എന്നതിൻ്റെ സൂചനയായിട്ടാണോ മോഹൻലാൽ ബബ്ബബ്ബയുടെ ആ ഒരു പോസ്റ്റർ ഷെയർ ചെയ്തിരിക്കുന്നത്? അതും അതിൽ പറഞ്ഞിരിക്കുന്ന, അതിൽ അഭിനയിക്കുന്ന ദിലീപ് എന്ന് പറയുന്ന വ്യക്തി പരിപൂർണമായിട്ട് കുറ്റവിമുക്തനാകാതിരിക്കുന്ന ഈ സമയത്ത് പോലും ഞാൻ ദിലീപിൻ്റെ ഒപ്പമോ അല്ലെങ്കിൽ ദിലീപിനെതിരായിട്ട് നിൽക്കുകയല്ല കേട്ടോ. ഇപ്പോഴും നമുക്ക് കാര്യങ്ങളൊന്നും അറിയില്ല. നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നിന്നും വാർത്തകളിൽ നിന്നും എല്ലാം കിട്ടുന്ന വിവരങ്ങൾ വെച്ചിട്ടാണ് നമ്മളൊരു ഊഹത്തിലേക്കും അല്ലെങ്കിൽ ലോജിക്കലി ഇങ്ങനെയാണല്ലോ എന്നുള്ളൊരു ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്. സുഹൃത്തുക്കളെ, ഒപ്പം തന്നെ പറഞ്ഞു വരട്ടെ, കൃത്യമായിട്ട് തനിക്ക് നീതി ലഭിച്ചില്ല എന്ന് പറയുന്ന ആളുകൾ അവരുടെ സംഗതികളൊക്കെ കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറികളിൽ പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് വാർത്തയിലൂടെ ഒന്ന് പോകാം. എന്തായാലും ഈ ഒരു വിധി വന്നതിന് ശേഷം ആദ്യമായി അതിജീവിത പ്രതികരിച്ചിരിക്കുകയാണ്. അതിജീവിതയുടെ ഭാഗത്തു നിന്ന് നേരത്തെ ഭാഗ്യലക്ഷ്മിയൊക്കെ പ്രതികരണം നടത്തിയെങ്കിൽ പോലും ഇതിപ്പോൾ ആദ്യമായി തന്നെ അതിജീവിത പ്രതികരിച്ചിരിക്കുന്നു. നിരാശപ്പെടുത്തിയെന്നാണ് പറയുന്നതും. എന്താണ് ആ പോസ്റ്റിൽ കൂടുതലായി പറയുന്നത്? തീർച്ചയായും അല്പസമയം മുൻപാണ് അതിജീവിത ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. സാമൂഹിക മാധ്യമങ്ങളിലാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഡിസംബർ 12, 2025 എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് ആരംഭിക്കുന്നത്. 8 വർഷം 9 മാസം 23 ദിവസങ്ങൾ. ഏറ്റവും അതിജീവിത, എന്തായാലും അവരുടെ പേര് പറയാൻ നമുക്ക് കഴിയാത്തതുകൊണ്ട് എന്താണ് ആ അതിജീവിത എഴുതി വെച്ചിട്ടുള്ളതെന്ന് കൃത്യമായിട്ടും അവർ ഇംഗ്ലീഷിലും മലയാളത്തിലും അവർ വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് പല ആൾക്കാർ, ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിൽ ശക്തമല്ലാതിരിക്കുന്ന പല ആളുകളും ഇത് കണ്ടിട്ടുണ്ടാവില്ല. നോക്കൂ, ഡിസംബർ 12, 2025 എന്നൊരു ടൈറ്റിലോട് കൂടിയിട്ട് കൃത്യമായിട്ട് അവർ എഴുതി വെച്ചിരിക്കുന്നു. 8 വർഷം 9 മാസം 23 ദിവസങ്ങൾ. ഏറ്റവും വേദനാജനകമായി യാത്രയുടെ അവസാനം എന്നോണം വെളിച്ചത്തിൻ്റെ നേരിയ ഒരു കണിക ഞാൻ കാണുന്നു. പ്രതികളിൽ 6 പേർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ വേദനകളെ നുണയെന്നും ഈ കേസ് കെട്ടിച്ചമച്ച കഥയെന്നും പരിഹസിച്ചവർക്കായി ഞാൻ ഈ വിധിയെ സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ അല്പം ആശ്വാസം കിട്ടുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ 1-ാം പ്രതി എൻ്റെ പേഴ്സണൽ ഡ്രൈവർ ആയിരുന്നു എന്ന് ഇപ്പോഴും പറയുന്നവരോട് അത് ശുദ്ധമായ നുണയാണ്. അയാൾ എൻ്റെ ഡ്രൈവറോ എൻ്റെ ജീവനക്കാരനോ എനിക്ക് ഏതെങ്കിലും രീതിയിൽ പരിചയമുള്ള വ്യക്തിയോ അല്ല. 2016 ഞാൻ വർക്ക് ചെയ്ത ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രൊഡക്ഷനിൽ നിന്നും നിയോഗിക്കപ്പെട്ട ഒരാൾ മാത്രമാണ് അയാൾ. ഈ ക്രൈം നടക്കുന്നതിന് മുമ്പ് 1-2 തവണ മാത്രമാണ് ഞാൻ അയാളെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ദയവായി ഞാൻ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് കഥകൾ പറയുന്നത് നിർത്തുമെന്ന് വിചാരിക്കുന്നു. ഈ വിധി പലരെയും ഒരു പക്ഷേ നിരാശപ്പെടുത്തിയേക്കാം. എന്നാൽ എനിക്കിതിൽ അത്ഭുതമില്ല. 2020 അവസാനം തന്നെ എനിക്ക് ചില അന്യായമായ നീക്കങ്ങൾ ബോധ്യപ്പെട്ടിരുന്നു. കുറ്റാരോപിതരിൽ ഒരാളുടെ കാര്യത്തിലേക്ക് അടക്കുമ്പോൾ മാത്രം കേസ് അതുവരെ കൈകാര്യം ചെയ്തുവെന്ന രീതിയിൽ നിന്ന് മാറ്റം സംഭവിക്കുന്നു എന്നത് പ്രോസിക്യൂഷനും മനസ്സിലാക്കിയിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എനിക്ക് ഈ കോടതിയിൽ തീർത്തും വിശ്വാസമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പലതവണ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെയും സമീപിച്ചിരുന്നു. ഈ പ്രസ്തുത ജഡ്ജിൽ നിന്നും ഈ കേസ് മാറ്റണമെന്നുള്ള എൻ്റെ എല്ലാ ഹർജികളും പക്ഷേ നിഷേധിക്കുകയായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ ഇതിൻ്റെ അവസാനം ഞാൻ ചേർക്കുന്നുണ്ട്. നിരന്തരമായ വേദനകൾക്കും കണ്ണീരിനും കടുത്ത മാനസിക സംഘർഷങ്ങൾക്കും ഒടുവിൽ ഞാനിപ്പോൾ തിരിച്ചറിയുന്നു നിയമത്തിന് മുമ്പിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല.
തിരിച്ചറിവ് നൽകിയതിന് നന്ദി. ഉയർന്ന നീതിബോധമുള്ള ന്യായാധിപന്മാർ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഈ യാത്രയിൽ അത്രയും കൂടെ നിന്ന മനുഷ്യത്വമുള്ള സകല മനുഷ്യരെയും ഞാൻ നന്ദിയോടെ ചേർത്ത് പിടിക്കുന്നു. അതുപോലെ അധിക്ഷേപകരമായ കമൻറ്റുകളും പണം വാങ്ങിയുള്ള നുണക്കഥകളും ഉപയോഗിച്ച് എന്നെ ആക്രമിക്കുന്നവരോട് നിങ്ങൾ അത് തുടരുക. അതിനാണ് നിങ്ങൾ പണം വാങ്ങിയിരിക്കുന്നത്. ഭാവന. കൃത്യമായിട്ടും അവർ ആ പേരുകളോടുകൂടി തന്നെ ഇത് എഴുതി വെച്ചതുകൊണ്ട് ഞാനിത് ഇനി എൻ്റെ താഴത്ത് അവർ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്. സോ മെനി പീപ്പിൾ ഹാവ് ഇൻസ്പയർഡ് മീ ടു ബി നത്തിങ് ലൈക്ക് ദം. താങ്ക് യു ഫോർ ഓൾ ദ ലെസൺസ് എന്ന് പറഞ്ഞിട്ട് അവർ ഈ അതിജീവിത തൻ്റെ ഈ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി അവസാനിപ്പിക്കുകയാണ്. ഈ അതിജീവിതയായിട്ടുള്ള ഇവർ മാത്രമല്ല, നമ്മുടെ മഞ്ജു വാര്യർ കൂടി ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവർ എഴുതി വെച്ചത് ഇങ്ങനെയാണ് കേട്ടോ: ബഹുമാനപ്പെട്ട കോടതിയോട് ആദരവുണ്ട്, പക്ഷേ ഇക്കാര്യത്തിൽ നീതി പൂർണ്ണമായി നടപ്പായി എന്ന് പറയാനാവില്ല. കാരണം കുറ്റം ചെയ്തവർ മാത്രമേ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. ഇത് ആസൂത്രണം ചെയ്തവർ, അത് ആരായാലും അവർ പുറത്ത് പകൽ വെളിച്ചത്തിലുണ്ട് എന്നത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അവർ കൂടി ശിക്ഷിക്കപ്പെട്ടാലേ അതിജീവിതയ്ക്കുള്ള നീതി പൂർണ്ണമാവുകയുള്ളൂ. പോലീസിനും നിയമ സംവിധാനത്തിനും ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിനുള്ള വിശ്വാസം ദൃഢമാകാൻ അതുകൂടി കണ്ടെത്തിയേ തീരൂ. ഇത് അവൾക്ക് വേണ്ടി മാത്രമല്ല, ഈ നാട്ടിലെ ഓരോ പെൺകുട്ടിക്കും, ഓരോ സ്ത്രീക്കും, ഓരോ മനുഷ്യർക്കും കൂടി വേണ്ടിയാണ്. അവർക്ക് തൊഴിലിടങ്ങളിലും തെരുവിലും ജീവിതത്തിലും സധൈര്യം തലയുയർത്തിപ്പിടിച്ച് ഭയപ്പാടില്ലാതെ നടക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായേ തീരൂ. അന്നും ഇന്നും എന്നും അവൾക്കൊപ്പം മഞ്ജു വാര്യർ. നോക്കൂ, മഞ്ജു വാര്യർ തൻ്റെ ഈ ഒരു ദൃഢനിശ്ചയത്തോട് കൂടിയിട്ടുള്ള, ഞാൻ ഇപ്പോഴും അതിജീവിതയ്ക്കൊപ്പം തന്നെയാണെന്നുള്ള ആ ദൃഢനിശ്ചയത്തോട് കൂടിയിട്ടുള്ള എഴുത്ത് ഇങ്ങനെയാണ് അവർ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇതിലേറെ എന്ത് സപ്പോർട്ട് വേണമെന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ ആലോചിക്കേണ്ടത് ഏതെങ്കിലും ഒരാണൊരുത്തൻ ആ അതിജീവിതയോടൊപ്പം സിനിമാ മേഖലയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരാണൊരുത്തൻ ഈ മഞ്ജു വാര്യരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉയർന്നു വന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ്. സുഹൃത്തുക്കളെ, ആ ആണൊരുത്തൻ്റെ കൂട്ടത്തിലേക്ക് ഐ എം സോ സോറി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മോഹൻലാലും എനിക്ക് അതിനേറെക്കാൾ ഇഷ്ടപ്പെട്ട മമ്മൂട്ടിയും ഇല്ല എന്ന് ഞാൻ പറഞ്ഞു വെക്കട്ടെ. അവർ ഒരു തരിമ്പ് പോലും, ഒരു വാക്കുകൊണ്ട് പോലും ഇവർക്കൊപ്പമാണെന്ന് സമൂഹത്തെ ധരിപ്പിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഇവർക്കൊപ്പമല്ല എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഏതൊക്കെയായാലും ഒരാളുണ്ട്, ഒരൊറ്റ മനുഷ്യൻ, അവൻ്റെ പേര് പൃഥ്വിരാജ് സുകുമാരൻ എന്നാണ്. അദ്ദേഹം ചെയ്ത കാര്യം എന്തെന്ന് നിങ്ങൾക്ക് കാണണമെന്നുള്ളതാണ്. നോക്കിക്കോളൂ. നിങ്ങൾക്ക് പൃഥ്വിരാജ് സുകുമാരനെ കാണാൻ കഴിയുമുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, ഏറ്റവും മുകളിൽ കാണാൻ കഴിയും. അവൻ ഷെയർ ചെയ്ത പോസ്റ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണോ നമ്മുടെ അതിജീവിത ഷെയർ ചെയ്ത പോസ്റ്റ് അതങ്ങനെ തന്നെ അത് ഇട്ട പോസ്റ്റ് അതങ്ങനെ തന്നെ ഷെയർ ചെയ്തിരിക്കാൻ തൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ നിന്നോടൊപ്പമാണ്, അതിജീവിതത്തോടൊപ്പമാണെന്ന് പറയാൻ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, മലയാള സിനിമയിൽ നിന്ന് ഇപ്പോഴും അന്നും ഇന്നും ഒരുവനേയുള്ളൂ. അവൻ്റെ പേര് പൃഥ്വിരാജ് സുകുമാരൻ എന്നാണ്. കാരണം ലെവൻ ഇപ്പോൾ ഭയങ്കര ധൈര്യമുണ്ട്. സിനിമയിൽ ആരൊക്കെ തന്നെ തടുത്തു നിർത്തിയാലും തന്നെ ഇനി തടുത്തു നിർത്താൻ സാധിക്കില്ല എന്ന് അവന് ഏകദേശം ബോധ്യമായിരിക്കുന്നു. പൃഥ്വിരാജ് സുകുമാരന് ഏകദേശമല്ല 100% ബോധ്യമായിരിക്കുന്നു. പഴയ പോലെ അപ്രമാദിത്യമായിട്ട് ദിലീപിനെ പോലെ ആളുകൾ സിനിമാ മേഖലയിൽ കൊടികുത്തി വാഴില്ല എന്ന് ഇപ്പോൾ പൃഥ്വിരാജിന് ഏകദേശം അറിയാം. താൻ വിചാരിച്ചാലും ഈ മേഖല മുന്നോട്ട് പോകുമെന്ന് കൃത്യമായിട്ട് അറിയാം. നോക്കൂ, നമ്മുടെ മലയാള സിനിമ, നമ്മുടെ ഇന്ത്യൻ സിനിമ മുമ്പിൽ നാണം കെടുന്ന നിമിഷങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. കോടതിയുടെ ഒരു അതിജീവിത പറയുകയാണ്, ഈ ഒരു ജഡ്ജിലുള്ള ഈ ഒരു വിധിയിൽ എനിക്ക് വിശ്വാസമില്ലെന്നും എനിക്ക് നീതി കിട്ടിയിട്ടില്ലെന്നും അവർ പറയുകയാണ്. ഇനിയും ഇതിനെ തുടരെ അന്വേഷണം വേണമെന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത്. എൻ്റെ സുഹൃത്തുക്കൾ, ഞാനൊക്കെ ആലോചിക്കുന്നത് അവരെന്ത് തരം മാനസികാവസ്ഥയിലൂടെ ആയിരിക്കും ആ ഒരു പാവം പെൺകുട്ടിയൊക്കെ കടന്നു പോകുന്നുണ്ടായിരിക്കുക, എന്തോരം ട്രോമയിലൂടെ ആയിരിക്കും. ഈ പച്ച നുണങ്ങളുടെ ഈ സാമൂഹ്യ മാധ്യമങ്ങൾക്കിടയിൽ നിന്ന് ഒരുപക്ഷെ അവർക്ക് ഫോൺ, ഇൻസ്റ്റഗ്രാം പോലും തുറക്കാൻ കഴിയുന്നുണ്ടായിരിക്കില്ല, ഫേസ്ബുക്ക് തുറക്കാൻ കഴിയുന്നുണ്ടായിരിക്കില്ല, വാട്സപ്പ് തുറക്കാൻ കഴിയുന്നുണ്ടായിരിക്കില്ല.
ഈവൻ അവർക്ക് വരുന്ന കോളുകൾ ഓരോന്നും അവർ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഉള്ളിലൊരു ഭീതിയോട് കൂടിയിട്ട് ഒരു തീയോട് കൂടി മാത്രം നടക്കുന്ന ഒരാളായിട്ട് അവർ മാറുന്നുണ്ടായിരിക്കും. അവരുടെ മനസ്സുണ്ടല്ലോ, ഒരു രക്ഷയുമില്ലാത്ത മനസ്സാണ് അവർക്കുള്ളതെന്ന് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ ഒക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും മലയാള സിനിമയിൽ നിന്ന് നട്ടലുള്ള ആണൊരുത്തനുണ്ടല്ലോ, ലവൻ്റെ പേര് പൃഥ്വിരാജ് സുകുമാരൻ എന്നാണല്ലോ, അദ്ദേഹം എൻ്റെ നാട്ടുകാരൻ കൂടിയാണല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ എന്തോ ഉള്ള രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. ബൈ.